കഥ ഭർത്താവ് ഭാഗം 33. സരോജിനിയമ്മ മരുമകനെ നോക്കി അല്പനേരം ഒരേ നിൽപ്പങ്ങ് നിന്നുപോയി. പോലീസും ജയിലുമൊന്നും തനിക്ക് പുത്തരിയല്ലെന്ന ശ്യാംസുന്ദറിൻ്റെ വാചകം കേട്ട അമ്പരപ്പിലായിരുന്നു അവർ. ദൈവമേ, ഇവൻ്റെ നാവിൽ നിന്ന് ഈ വീണത് എന്താണോ? ഒരു മനുഷ്യൻ ഇങ്ങനെ മറ്റുള്ളവർക്ക് മുമ്പിൽ നിന്ന് വെട്ടിത്തുറന്ന് പറയണമെങ്കിൽ അതിൽ അല്പമെങ്കിലും സത്യമില്ലാതെ വരില്ലല്ലോ. അതുകൊണ്ടുതന്നെ വൈക്ക് തന്നെ പഞ്ചായത്ത് മെമ്പർ വിട്ടോ. ഇവിടെ പഞ്ചായത്ത് മെമ്പറിന് ആരുടെയെങ്കിലും റോൾ അഭിനയിക്കാനുണ്ടെങ്കിൽ ശ്യാംസുന്ദർ അറിയിക്കും. അപ്പോൾ വന്ന് അഭിനയിച്ചിട്ട് പോയാൽ മതി, കേട്ടല്ലോ. സതിയമ്മയെ നോക്കി അവൻ മുറ്റത്തേക്ക് കാറിത്തുപ്പി. ശ്യാം വെറുതെ എന്നെ ഭീഷണിപ്പെടുത്താൻ നോക്കല്ലേ. എന്നെ ഈ വാർഡിൻ്റെ പ്രതിനിധിയായി തിരഞ്ഞെടുത്ത ജനങ്ങളോട് എനിക്കൊരു കടപ്പാടുണ്ട്. അതിന് വന്നതാ ഞാൻ, അല്ലാതെ ശ്യാമിൻ്റെ ഭീഷണി കേൾക്കാൻ വേണ്ടി വന്നതല്ല. അങ്ങനെ ആരുടെയെങ്കിലും ഭീഷണി കേട്ട് ഭയന്ന് പിന്മാറുന്നവളായിരുന്നു സതിയമ്മയെങ്കിൽ ഞാൻ തനിച്ച് ഈ വീട്ടിലേക്ക് വരില്ലായിരുന്നു എന്ന് ശ്യാം മനസ്സിലാക്കണം. സതിയമ്മയുടെ സ്വരം ശാന്തമായിരുന്നു. ആര് എങ്ങനെയൊക്കെ പ്രകോപിപ്പിക്കാൻ നോക്കിയാലും അവർ തൻ്റെ നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുന്ന സ്ത്രീയാണവർ. പിന്നെ കടപ്പാട്, നിങ്ങൾക്ക് വോട്ട് തന്ന് ജയിപ്പിച്ചവരോട് കടപ്പാടുണ്ടെങ്കിൽ അതൊക്കെ പോയി അവന്മാരുടെ കുടുംബത്ത് കാണിച്ചോണം. ഇവിടെ വേണ്ട. മറ്റുള്ളവരുടെ തോളിൽ കയറിയിട്ട് വേണ്ട നിങ്ങൾ ചാർച്ചക്കാരെ സുഖിപ്പിക്കുന്നത്. ഇവിടെ വേണ്ടെന്ന് വെച്ചാൽ ഈ വീട്ടിൽ ഒരു മനുഷ്യനോടും അധികാരമെടുക്കാൻ ഒരു നായിൻ്റെ മക്കളും ഈ അതിരിനുള്ളിൽ കയറി പോകരുത്. അവൻ അവർക്ക് നേരെ കൈ ചൂണ്ടി ചൂണ്ടുവിരൽ കുടഞ്ഞും കൊണ്ട് പറഞ്ഞു. ശ്യാം, കുറച്ചുകൂടി മാന്യമായി സംസാരിക്കണം. നിങ്ങൾ അതിര് കടക്കുന്നു. ഇതിനപ്പുറം മാന്യതയൊന്നും ശ്യാംസുന്ദറിൽ നിന്നും ആരും പ്രതീക്ഷിക്കേണ്ട. ഇങ്ങോട്ട് തരുന്നതിൻ്റെ ഇരട്ടിയായി ശ്യാം അങ്ങോട്ട് തിരിച്ചു തന്നിരിക്കും. അത് വാങ്ങിച്ചു കെട്ടാൻ തയ്യാറാണെങ്കിൽ മാത്രമേ ഏത് ആണും പെണ്ണും ഈ വീട്ടിലേക്ക് വരാൻ പാടുള്ളൂ. സതിയമ്മയ്ക്ക് അവൻ്റെ സ്വഭാവം ഏറെക്കുറെ പിടികിട്ടി കഴിഞ്ഞിരുന്നു. അവൻ്റെ മുമ്പിൽ എന്ത് പറഞ്ഞിട്ടും ഒരു പ്രയോജനവുമില്ലെന്ന് അവർക്ക് മനസ്സിലായി. പോകെ പോകെ സംസാരം വഷളാവുകയേ ഉള്ളൂ എന്ന് മനസ്സിലായപ്പോൾ സരോജിനിയമ്മ ഇടപെട്ടു. മെമ്പറെ, അവരിവിടെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സംസാരത്തിനിടയിൽ ശ്യാം എന്തോ ഉച്ചത്തിൽ 2 വാക്ക് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അത് കേട്ട് നാട്ടുകാർ തെറ്റിദ്ധരിച്ചു മെമ്പറെ വിളിച്ച് പറഞ്ഞതാവും. അല്ലെങ്കിൽ ദേ ലേഖ അകത്തുണ്ട്, അവളോട് സംസാരിച്ചാൽ അറിയാമല്ലോ. ഞങ്ങൾക്ക് പരാതി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ മെമ്പറെ നേരിട്ട് വിളിച്ച് പറയത്തില്ലേ? സരോജിനിയമ്മ രംഗം തണുപ്പിക്കാൻ ഒരു ശ്രമം നടത്തി നോക്കി. നിങ്ങൾക്ക് പരാതി ഉണ്ടാകുമ്പോൾ നിങ്ങൾ വിളിക്കും. അതുപോലെ നാട്ടുകാർക്ക് പരാതി ഉണ്ടായപ്പോഴാണ് അവർ എന്നെ വിളിച്ച് പറഞ്ഞത്. അപ്പോൾ അതൊന്ന് അന്വേഷിക്കേണ്ട ചുമതല എനിക്കില്ലേ? അയ്യോ മെമ്പറെ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. മെമ്പർ തെറ്റിദ്ധരിക്കല്ലേ. ആര് പറഞ്ഞിട്ടായാലും മെമ്പർ അന്വേഷിക്കാൻ വന്നത് നല്ലത് തന്നെയാണ്. ഞങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയോ ഇല്ലയോ എന്നറിയാൻ ഒരാളെങ്കിലും ഈ ലോകത്തുണ്ടല്ലോ. പക്ഷേ അതിന് തക്ക ഒന്നും ഇവിടെ സംഭവിച്ചിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടും മെമ്പർക്ക് വിശ്വാസം വരുന്നില്ലേ? നിങ്ങൾക്ക് അതാണ് പറയാനുള്ളതെങ്കിൽ പിന്നെ ബാക്കിയുള്ളവർക്ക് എന്ത്? ഇനി ഇതുപോലെ ആർക്കെങ്കിലും പരാതി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരിട്ട് പോലീസിനെ വിളിച്ചോളാൻ ഞാൻ അവരോട് പറഞ്ഞേക്കാം. സതിയമ്മ യാത്ര പോലും പറയാതെ അവിടെ നിന്നും മടങ്ങിപ്പോന്നു. സതിയമ്മ നേരെ ശശിധരൻ്റെ വീട്ടിലേക്കാണ് ചെന്നത്. അവിടെ കുറേ പേർ ശ്യാമിൻ്റെ കണ്ണിൽപ്പെടാതിരിക്കാനായി വീടിൻ്റെ വടക്കുഭാഗത്തേക്ക് മാറി നിൽപ്പുണ്ടായിരുന്നു. നിങ്ങളൊക്കെ ആരെ പേടിച്ചാൽ ഇങ്ങനെ ഒളിച്ചു നിൽക്കുന്നത്? അപ്പോൾ ഇനിയുള്ള കാലം മുഴുവൻ നിങ്ങളിങ്ങനെ ഒളിച്ചു കളിക്കാനാണോ തീരുമാനം? ഇവനേക്കാളും വലിയ വില്ലന്മാരെ ഒതുക്കിയിട്ടുള്ളവരാ കേരള പോലീസ്. ഇനി ആർക്കെങ്കിലും അവനെക്കുറിച്ച് എന്തെങ്കിലും പരാതിയോ ബുദ്ധിമുട്ടോ ഉണ്ടായാൽ നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്നോ രേഖാമൂലം പരാതി എഴുതി നൽകിയേക്കണം. ബാക്കി പോലീസുകാർ നോക്കിക്കോളും. പോലീസുകാരോടും സരോജിനി മരുമകന് അനുകൂലമായി മൊഴി കൊടുക്കുമോ എന്ന് നമുക്ക് കാണാമല്ലോ. മെമ്പറെ, ഞങ്ങളിവിടെ ചങ്കുറപ്പുള്ള നല്ല ആണുങ്ങളുണ്ട്. ഞങ്ങൾ പറഞ്ഞതാ ഇത് മെമ്പറിനെ ഒന്നും അറിയിക്കേണ്ട, ഞങ്ങൾ കൈകാര്യം ചെയ്തോളാമെന്ന്. ഈ അമ്മ ഒറ്റ ഒരാളാണ് സമ്മതിക്കാഞ്ഞത്. ശരിക്ക് അവൻ്റെ ശരീരം നൊന്തിട്ടില്ല. അതാ അവൻ ഇങ്ങനെ കിടന്ന് വിളയാടുന്നത്. കൊടുക്കാനുള്ളത് കയ്യോടെ കൊടുത്തിരുന്നെങ്കിൽ അവൻ എപ്പോഴോ ഭാര്യ വീട്ടിലെ പൊറുതിയും മതിയാക്കി പോയനെ. ശ്യാമിന് 2 എണ്ണം കൊടുക്കാത്തതിൻ്റെ വിഷമം സന്തോഷിൻ്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നു. അത് വേണ്ട സന്തോഷേ, അവൻ പ്രശ്നമുണ്ടാക്കിയത് അവൻ്റെ വീട്ടിലുള്ളവരോടാ. അതിൽ നിങ്ങളാരും ഇടപെടുന്നത് ശരിയല്ല. ഞാൻ ചെന്നപ്പോൾ തന്നെ അവർ പറഞ്ഞത് കണ്ടില്ലേ? അതൊരു സാധാരണ വാക്ക് തർക്കം ആയിരുന്നെന്ന്. ചിലപ്പോൾ അവന് പേടിച്ചിട്ടായിരിക്കും അവർ അങ്ങനെ പറഞ്ഞത്. ഇനി അവിടെ നിന്ന് തല്ലോ നിലവിളിയൊച്ചയോ എന്ത് കേട്ടാലും അപ്പോഴേ പോലീസിനെ അറിയിച്ചോണം. അതിന് ആരും ഒരപേക്ഷയും വിചാരിച്ചേക്കരുത്.
അത് മെമ്പറെ, അവൻ്റെ വീട്ടിലെ പ്രശ്നത്തിന് ഞങ്ങൾ പോലീസിനെ വിളിച്ചെന്ന് അവനറിഞ്ഞാൽ അതുപോലെ അവന് പിന്നെ ഞങ്ങൾക്കെതിരെ തിരിയാൻ? അവൻ ഞങ്ങളോട് യുദ്ധത്തിന് വന്നാൽ ഞങ്ങളുടെ ആൺമക്കളത് കണ്ടുകൊണ്ടിരിക്കുവോ? അതൊക്കെ പ്രശ്നമാകില്ലേ? ഇപ്പോൾ തന്നെ അവൻ്റെ വീട്ടിലെ പ്രശ്നം അന്വേഷിക്കാൻ മെമ്പർ വന്നതിന് അവൻ പുറത്തുനിന്ന് വിളിച്ചു പറഞ്ഞത് മെമ്പറും കേട്ടതല്ലേ, നായിൻ്റെ മക്കൾ എന്ന്. എന്നും കുന്നും നാട്ടുകാർ അത് കേട്ടും കൊണ്ടിരിക്കുവോ മെമ്പറെ? വിജയമ്മയുടെ സംശയം ന്യായമാണെന്ന് സതിയമ്മയ്ക്ക് തോന്നി. അവൻ്റെ നികൃഷ്ടമായ ഈ പ്രവൃത്തി ആ പാവം വീട്ടുകാരെ കൂടി നാട്ടുകാരിൽ നിന്നും അകറ്റി നിർത്തുവാൻ മാത്രമേ ഉപകരിക്കൂ. നാട്ടുകാർക്കുള്ള ചില ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ടാണ് സതിയമ്മ അവിടെ നിന്നും മടങ്ങിപ്പോയത്. എപ്പോഴെങ്കിലുമൊക്കെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സരോജിനി അമ്മയ്ക്ക് നെഞ്ചിനുമേൽ ഒരു ഭാരമിരുന്ന് വിങ്ങും പോലെ തോന്നും. പൂവാലിയെ കിട്ടുന്ന തെങ്ങിൻ ചുവട്ടിലേക്ക് പോകാനിടയായാലോ, വിറകോ ചൂട്ടോ എടുക്കാൻ ഇരുത്തത്തിലേക്ക് ചെന്നാലോ അവരുടെ കാലുകൾ തളർന്നു പോകും പോലെ തോന്നും. തൻ്റെ നീയൽ ചലിക്കുന്നത് കണ്ടാൽ പൂവാലി മുഖമുയർത്തി ഒരു നോട്ടമുണ്ട്. അവൾക്ക് തിന്നാനായി പഴമോ ബിസ്ക്കറ്റോ പഴത്തൊലിയോ എടുത്തും കൊണ്ട് ചെല്ലുകയോ ആകും എന്ന് കരുതി. ആദ്യമൊക്കെ അവർ മനസ്സിൽ വെറുതെ കരുതി പൂവാലിയെ താഴെ വയലിൻ്റെ കരയിൽ പുല്ല് തിന്നാൻ കൊണ്ട് കെട്ടിയിരിക്കുകയാണെന്ന്. അടുത്ത നിമിഷം ശ്രീലേഖ പറഞ്ഞ ഓർമ്മ വരും അവർക്ക്. വണ്ടിയിലേക്ക് കയറിയപ്പോൾ തിരിഞ്ഞു നോക്കി പൂവാലി അമ്മയെന്ന് വിളിച്ച വിളി. അതോടെ വീണ്ടും അവരുടെ അടിവയറ്റിൽ നിന്നൊരു തീഴുണ്ട മുകളിലേക്ക് ഇരച്ചു കയറും. നീ അവനോട് ചോദിച്ചായിരുന്നു മോളെ, എന്തിനാ ഇപ്പോൾ പൂവാലിയെ അത്യാവശ്യമായി പിടിച്ചു കൊടുക്കുന്നതെന്ന്? തനിക്കരികിൽ നിൽക്കുന്ന ശ്രീലേഖയോട് അവർ ചോദിച്ചു. ശ്യാംസുന്ദർ പുറത്തേക്ക് പോയിട്ട് അരമണിക്കൂർ കഴിയുന്നു. റോഡിലൂടെ ഓരോ ബൈക്ക് ഇരമ്പി പാഞ്ഞു പോകുന്ന ഒച്ചയും കേൾക്കുമ്പോഴും സരോജിനി അമ്മയ്ക്ക് നെഞ്ചിടിക്കാൻ തുടങ്ങും. ഇപ്പോൾ നെഞ്ചിടിപ്പിൻ്റെ താളം വല്ലാതെ തെറ്റിപ്പോകുന്നതായി അവർക്ക് തോന്നാറുണ്ട്. അതിൻ്റെ കൂടെ സൂചിക്കുത്ത് പോലെ ഒരു വേദന നെഞ്ചിൻ്റെ ഒത്തമധ്യേ വന്നിട്ട് പോകും. ചിലപ്പോൾ വിസയ്ക്ക് കൊടുക്കാനുള്ള കാശിനായിരിക്കും അവർ വിളിച്ച് പൈസയും കൊണ്ട് ചെല്ലാൻ പറഞ്ഞു കാണും. അല്ലെങ്കിൽ ടിക്കറ്റ് എടുക്കാനുള്ള പൈസക്കായിരിക്കും. അല്ലാതെ അവൻ ഇത്രയും കാശിൻ്റെ ആവശ്യം എന്തുണ്ടാവാനാ? താൻ ചോദിച്ച ചോദ്യത്തിന് ശ്രീലേഖ മറുപടി പറയുന്നില്ലെന്ന് കണ്ടപ്പോൾ അവർ തന്നെത്താൻ എന്നോണം പറഞ്ഞു. വൈകുന്നേരം സ്കൂൾ വിട്ട് വന്ന ശേഷം സുനിത സ്കൂൾ ബാഗ് സിറ്റൗട്ടിലേക്ക് വെച്ച ശേഷം നേരെ പൂവാലിയെ കെട്ടുന്ന തെങ്ങിൻ ചുവട്ടിലേക്ക് ചെന്ന് നോക്കി. അവിടെ പൂവാലിയില്ലെന്ന് കണ്ടപ്പോൾ അവൾ തൊഴുത്തിൽ നോക്കിയിട്ട് നേരെ അടുക്കളയിലേക്ക് ചെന്നു. അമ്മേ, അവളെവിടെ പൂവാലി? സുനിതയ്ക്കുള്ള ചായ എടുക്കുകയായിരുന്നു സരോജിനി അമ്മ. ആ ചോദ്യം കേട്ടെങ്കിലും ഒറ്റ അക്ഷരം മറുപടി പറഞ്ഞില്ല. അമ്മയ്ക്ക് എന്താ ചെവി കേൾക്കില്ലേ? ഞാൻ അമ്മയോടാ ചോദിച്ചത്. അവൾ സരോജിനി അമ്മയുടെ ചെവിക്കരികിലേക്ക് വായടിപ്പിച്ച് ഉച്ചത്തിൽ ചോദിച്ചു. സരോജിനി അമ്മ അവളെ നോക്കി മുഖം കുടഞ്ഞു. എന്തൊരൊച്ചയാടി ഇത്? ഇതാ വേണമെങ്കിൽ കുടി. സരോജിനി അമ്മ ചായ ഗ്ലാസ് മകൾക്ക് നേരെ നീട്ടിയപ്പോൾ അവൾ അവളുടെ കയ്യിൽ ഒരൊറ്റ തട്ട് കൊടുത്തു. സരോജിനി അമ്മയുടെ കയ്യിൽ നിന്നും വഴുതിപ്പോയ ചുടുചായ നിറച്ച ഗ്ലാസ് നിലത്തേക്ക് വീണ് ചിതറി. നിനക്കെന്താടി പെണ്ണെ, ഭ്രാന്ത് പിടിച്ചോ? അവർ അവളെ തല്ലാൻ കൈയോങ്ങിയെങ്കിലും പെട്ടെന്ന് അത് വേണ്ടെന്ന് വെച്ച് കൈ പിൻവലിച്ചു. അഹങ്കാരം കാണിക്കുന്ന നിഷേധി, മര്യാദയ്ക്ക് അവിടെ ഇരുന്ന് അതെല്ലാം തൂത്ത് വാരിക്കണം. എന്നിട്ട് തറയും തുടച്ചിട്ട് തറയിൽ ചിതറിക്കിടക്കുന്ന ചില്ലുകൾക്ക് നേരെ സരോജിനി അമ്മ വിരൽ ചൂണ്ടി. മനസ്സില്ല, വേണമെങ്കിൽ തനിയെ ചെയ്യേ. എന്നാലും അമ്മയ്ക്കെങ്ങനെ തോന്നിയമ്മേ ആ മിണ്ടാപ്രാണിയോട് ഇങ്ങനെ ചെയ്യാൻ? കഴിഞ്ഞ ആഴ്ചയും ഡോക്ടർ വന്ന് നോക്കിയിട്ട് പറഞ്ഞതല്ലേ അമ്മേ അവൾ ഒരാഴ്ച തികയില്ലെന്ന്? എന്നിട്ടും അമ്മ അവളെ പിടിച്ചു കൊടുത്തു കളഞ്ഞല്ലോ. സുനിതയ്ക്ക് സങ്കടം വന്നിട്ട് ഒച്ചയിടറിപ്പോയി. സരോജിനി അമ്മയേക്കാൾ പൂവാലിക്ക് ഇഷ്ടം അവളെ ആയിരുന്നല്ലോ. അമ്മയ്ക്ക് പൈസയ്ക്ക് എന്തെങ്കിലും ആവശ്യം വന്നിരുന്നെങ്കിൽ എൻ്റെ ഈ മാല കൊണ്ട് വിറ്റാൽ പോരായിരുന്നു. അതിന് പകരം ആ പാവത്തിന് എന്തൊരു ദുഷ്ടതരമായിപ്പോയി. അവൾ കൈപ്പുറം കൊണ്ട് നിറക്കണ്ണുകൾ തുടച്ചു. ഞാനല്ല മോളെ. സരോജിനി അമ്മ അവിടെ നിന്നും കൊണ്ട് അകത്തേക്ക് പാളി നോക്കി ശ്രീലേഖ കേൾക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തി. എനിക്കതിന് കഴിയുമോ മോളെ? ഈ അവസരത്തിൽ അമ്മ ആർക്കെങ്കിലും അതിനെ പിടിച്ചു കൊടുക്കുമോ? അവർക്കും അതോർക്കെ സങ്കടം വന്നു. അമ്മയല്ലേ അവളെ വിറ്റത്? പിന്നെ ആരാ നമ്മുടെ മുറ്റത്തു നിന്ന് പൂവാലിയെ അഴിച്ചു വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയത്? ശ്യാമ മോളെ, അവനാ അത് ചെയ്തത്.
അവർ ഒരു ദീർഘശ്വാസം വിട്ടു. ശ്യാമേട്ടനോ? ശ്യാമേട്ടൻ എന്തിനാ അമ്മയുടെ പശുവിനെ അഴിച്ചു വിറ്റത്? അമ്മ പോയപ്പോൾ പറഞ്ഞിട്ടാണോ പോയത് പശുവിനെ കച്ചവടം ചെയ്തോളാൻ? സരോജിനിയമ്മ സുനിതയെ നോക്കി കൈകൾ മലർത്തിക്കാട്ടി. ഞാൻ വരും മുമ്പ് അതിനെ ആ കാലന്മാർ കൊണ്ടുപോയില്ലേ? ചേച്ചിയില്ലായിരുന്നു അമ്മയുടെ? അവൾ ആവുന്നതും എതിർത്ത് നോക്കിയതാ, മോളെ പറ്റിയില്ല. അതിനവൻ ചില്ലറ വഴക്കല്ല അതിനോടിട്ടത്. ചേച്ചിയോട് ശ്യാമേട്ടൻ വഴക്കിട്ടോ? വഴക്കിട്ടെങ്കിൽ പോട്ടെന്ന് വയ്ക്കാം. അതിൻ്റെ കഴുത്തിന് കുത്തിപ്പിടിക്കുകയും തറയിലിട്ട് ചവിട്ടിക്കൂട്ടുകയുമൊക്കെ ചെയ്തു അവൻ. ഞാൻ ആ നേരത്ത് വന്നില്ലായിരുന്നെങ്കിൽ. ദൈവമേ! സുനിത നിലവിളി പോലെ പറഞ്ഞുകൊണ്ട് ശ്രീലേഖയുടെ റൂമിലേക്ക് ഓടിച്ചെന്നു. മുറിയിൽ നിറയെ ഇരുട്ടായിരുന്നു. സുനിത ലൈറ്റിൻ്റെ സ്വിച്ചിട്ടതോടെ മുറിയിൽ വെളിച്ചം നിറഞ്ഞു. ശ്രീലേഖ കസേരയിൽ ഇരുന്നിട്ട് മേശമേൽ കൈകൾ പിണച്ചു വെച്ച് അതിന്മേലെ മുഖം വച്ചിരിക്കുകയായിരുന്നു. സുനിത വന്ന് അവളുടെ തലയിൽ തഴുകിയപ്പോൾ ശ്രീലേഖ ഞെട്ടിപ്പിടച്ചു മുഖമുയർത്തി നോക്കി. സുനിത അവളുടെ താടിക്ക് പിടിച്ച് ഇരുവശത്തേക്കും മുഖം ചലിപ്പിച്ചു കഴുത്തിൽ നോക്കി. അവിടെ കയറുരഞ്ഞതുപോലെ ഒരു പാട് അവൾക്ക് കാണാമായിരുന്നു. പശുവിന് കപ്പയുടെ മുട്ടം വെട്ടിക്കൊടുക്കുന്ന കൊടുവാൾ ഇവിടെ ഇരിപ്പില്ലായിരുന്നു ചേച്ചി? എടുത്തു വെട്ടാൻ വയ്യായിരുന്നു അയാളുടെ കൈക്ക്? ഇനി ചേച്ചിയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കാൻ അയാളുടെ കൈ ഉയരില്ലായിരുന്നല്ലോ. സുനിത പല്ലുകൾ ഞെറുമി. എടി എന്തോന്നാടി നീ പറഞ്ഞു കൊടുക്കുന്നത്? സുനിതയ്ക്ക് പിന്നാലെ അവിടേക്ക് വന്ന സരോജിനിയമ്മ അവളെ ദേഷ്യത്തോടെ നോക്കി. മിണ്ടരുത് അമ്മ! അവൾ അമ്മയെ നോക്കി ചീറി. ഇതിനെല്ലാം കാരണമായ ഒറ്റ ഒരാൾ ആരാണെന്ന് ഞാൻ അമ്മയ്ക്ക് പറഞ്ഞു തരേണ്ടല്ലോ, അല്ലേ? മകളുടെ ശിരസിൽ എടുത്തു വെച്ച് കൊടുത്തിരിക്കുന്നത് മുൾക്കിരീടമാണെന്ന് ഇതുവരെ അമ്മയ്ക്ക് മാത്രം മനസ്സിലായിട്ടില്ല. കഷ്ടം തന്നെ. സരോജിനിയമ്മയ്ക്ക് മക്കളെ നേരിടാനാകാതെ മുഖം താഴ്ത്തേണ്ടി വന്നു. ഓ, അത് വിട്ടേര്. കഴിയാനുള്ളത് കഴിഞ്ഞു. അവൻ പശുവിനെ വിറ്റ് കാശും കൊണ്ടുപോയത് ഒരു നല്ല കാര്യത്തിനാണെന്ന് കൂട്ടുമക്കളെ. അത് വിട്ടേക്കാനോ? ഏത് വിട്ടേക്കാൻ? അങ്ങനെ ഇപ്പോൾ വിടുന്നില്ല. ഇതാദ്യമായിട്ടൊന്നുമല്ലോ ശ്യാമേട്ടൻ ഈ കൊള്ളരുതായ്മ കാണിക്കുന്നത്. ഇവിടെ ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്നുള്ള ധൈര്യത്തിലല്ലേ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? ഇങ്ങ് വരട്ടെ. സുനിത എന്തോ തീരുമാനിച്ചുറപ്പിച്ച മട്ടിൽ കൈകൾ കൂട്ടി തിരുമ്മി. അവൻ വരുമ്പോൾ നീ എന്ത് ചെയ്യാൻ പോവാ മോളെ? ഇനി ഇതിനെ ചൊല്ലി ഒരു ചോദ്യവും പറച്ചിലും ഒന്നും വേണ്ട. ഇതിലങ്ങ് തീർന്നെന്ന് കരുതിയാൽ മതി, സരോജിനിയമ്മ ഭീതിയോടെ പറഞ്ഞു. അമ്മ കരുതിക്കോ, ഞാൻ അങ്ങനെ കരുതുന്നില്ല. അതിന് ഞാൻ തയ്യാറുമല്ല. ഈ ഇരിക്കുന്ന എൻ്റെ കൂടപ്പിറപ്പാ. അമ്മയ്ക്ക് ചില നേരങ്ങളിൽ ചേച്ചി മോളിലും തോന്നിയിട്ടുണ്ടാകാം. പക്ഷേ എനിക്കിത് അങ്ങനെ തള്ളിക്കളയാൻ വയ്യ. നീ ഇത് എന്തിനുള്ള പുറപ്പാടാ സുനിതേ? ഇതിന് എനിക്ക് മറുപടി കിട്ടണം. ചേച്ചിയെ തറയിലിട്ട് ചവിട്ടി തള്ളിയത് എന്തിനെന്ന് എനിക്കറിയണം. ചേച്ചിയുടെ കഴുത്തിൽ ഈ പാട് വരാൻ കാരണക്കാരൻ അയാളാണെങ്കിൽ അത് എന്തിനു വേണ്ടിയെന്ന് എനിക്കറിയണം. അതിനുള്ള മറുപടി എനിക്ക് തന്നിട്ട് അയാൾ ഇനി ഈ വീട്ടിൽ കയറിയാൽ മതി. അല്ലാതെ അയാൾക്ക് ഇനി എൻ്റെ ചേച്ചിയുടെ കൂടെ പൊറുക്കാമെന്ന സ്വപ്നം പോലും കാണണ്ട. തീക്കാറ്റ് പോലെയാണ് ആ വാക്കുകൾ വന്ന് സരോജിനിയമ്മയുടെ നെഞ്ചിൽ തട്ടിയത്. 16-17 വയസ്സുള്ള കാര്യവിവരമില്ലാത്ത ഒരു പെൺകുട്ടിയുടെ വാക്കുകളല്ലാതെ, മറിച്ച് ജീവിത നേർക്കാഴ്ചകളുടെ നടക്കുന്ന വേവിൽപ്പെട്ട് ഉയർന്ന മനസ്സിൽ നിന്ന് വന്ന വാക്കുകളാണ്. സരോജിനിയമ്മ തിരിഞ്ഞ് ശ്രീലേഖയെ നോക്കി. ഇരു കൈകൊണ്ട് മുഖം പൊത്തി ഇരിക്കുന്ന അവളുടെ വിരലുകൾക്കിടയിലൂടെ നീർത്തുള്ളികൾ ഒലിച്ചിറങ്ങുന്നത് അവർക്ക് കാണാമായിരുന്നു. തുടരും കഥയുടെ അടുത്ത ഭാഗം.